Okay, so hi guys. So now the next question നോക്കാം. 3 sum. So given an integer array nums, return all the triplets such that I not equal to j, I not equal to k, and j not equal to k, and the sum of all nums of I, j, k is equal to 0. Okay, notice that the solution must not contain any duplicate triplets. Okay, ശരി. അപ്പോൾ നമുക്ക് ടെസ്റ്റ് കേസിൽ തന്നിരിക്കുന്നത് നമുക്ക് നംസ് ഒരു അറേ തന്നിട്ടുണ്ട്. നെഗറ്റീവ് നമ്പേഴ്സും വരാം, പോസിറ്റീവ് നമ്പേഴ്സും വരാം, സീറോ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ടോട്ടൽ സം സീറോ വരുന്ന പേഴ്സ് നമുക്ക് റിട്ടേൺ ചെയ്യണം, ട്രിപ്ലെറ്റ്സ് നമുക്ക് റിട്ടേൺ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ സൊല്യൂഷൻ വേണ്ടത്. ഓക്കെ, സോ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്തായിരിക്കും? നമ്മൾ ടു സം എന്ന് പറയുന്ന ക്വസ്റ്റ്യനും കണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള സിമിലാരിറ്റി പോലെ തന്നെ ടു സമ്മിൽ നമ്മൾ 2 ലൂപ്പ് ഇട്ടെങ്കിൽ ഇവിടെ നമുക്ക് 3 നമ്പേഴ്സ് കണ്ടുപിടിക്കാനായതുകൊണ്ട് 3 ലൂപ്സ്, ഇന്നർ ലൂപ്സ് നമുക്ക് ഇടേണ്ടി വരും. അപ്പോൾ ബ്രൂട്ട് ഫോഴ്സ് ബിഗ് ഓഫ് എൻ ക്യൂബിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 3 സമ്മിൻ്റെ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് 3 ലൂപ്സ് ഇടാം, ഐ, ജെ, കെ, ആൻഡ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0 വരുന്നതിന് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ, സോ ടൈം കോംപ്ലക്സിറ്റി എൻ ക്യൂബ് ആയിരിക്കും. സോ അതാണ് ബ്രൂട്ട് ഫോഴ്സ്. സ്ട്രേറ്റ് ഫോർവേഡ് അപ്രോച്ച് ആണ്. 3 ലൂപ്സ് ഇട്ട് നമ്മൾ ആഡ് ചെയ്ത് അങ്ങ് പോയാൽ മതി. ഓക്കെ, സോ അതാണ് നമ്മുടെ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ്. നമ്മൾ പറയാൻ പോകുന്നത് കുറച്ചും കൂടെ ഒപ്റ്റിമൽ ആയിട്ടുള്ള അപ്രോച്ചാണ്. നമുക്ക് 2 പോയിന്റേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെ ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഇസ് നമുക്ക് നമ്മുടെ അറേ നമുക്ക് സോർട്ട് ചെയ്യണം. 2 പോയിന്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അറേ സോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 2 പോയിന്റേഴ്സ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആൻഡ് നമുക്ക് ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഐ ഈസ് ലെസ് ദാൻ nums dot length ആൻഡ് ഐ പ്ലസ് പ്ലസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ചെക്ക് ചെയ്യാനുള്ളത് ഇഫ് ഐ ഗ്രേറ്റർ ദാൻ 0, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ, ഫസ്റ്റ് ഐയിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യണം. അപ്പം എന്ത് ചെയ്യണം? ഐ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് nums of i equal to nums of i minus 1 ആണെങ്കിൽ നമ്മൾ ആ ഇറ്ററേഷൻ സ്കിപ്പ് ചെയ്യുവാണ്, കണ്ടിന്യൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 പോയിന്റേഴ്സ് വയ്ക്കാം. ലോ ഈസ് ഈക്വൽ ടു ജെ, സോറി ഐൻ്റെ തൊട്ടപ്പുറത്തത്, ആൻഡ് ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു nums dot length minus 1. ഓക്കെ, അതും ആയിട്ടുണ്ട്. ലോവും ഹൈയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്ഥിരം 2 പോയിന്റേഴ്സ് പോലെ ഐ ലോ ഈസ് ലെസ് ദാൻ ഹൈ വരെ ഒരു വൈൽ ലൂപ്പ് റൺ ചെയ്യുക. നമുക്ക് സം എടുക്കാം. സം എന്ന് പറയുന്ന വേരിയബിൾ എന്തായിരിക്കും? nums of ഐ പ്ലസ് nums of ലോ പ്ലസ് nums of ഹൈ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എന്താ ചെയ്യാനുള്ളത്? നമുക്ക് ഇനി ചെക്ക് ചെയ്യണം ഇഫ് സം ലെസ് ദാൻ 0 ആണ്, ലെസർ വാല്യൂ ആണ്. അപ്പം നമുക്ക് ലോ ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഓക്കെ, എൽസ് ഇഫ് സം ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഹൈ ഡിക്രിമെൻറ്റ് ചെയ്യണം. ഓക്കെ, അല്ലാത്ത കേസാണ് സം 0 ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ആൻസർ അറേ എടുക്കാം. That answer is equal to an empty array. Okay, and നമുക്ക് ആൻസർ ഡോട്ട് പുഷ്, ആൻസറിലോട്ട് നമുക്കൊരു അറേ ആയിട്ട് നമുക്ക് nums of ഐ പിന്നെ nums of ലോ ആൻഡ് nums of ഹൈ പുഷ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആൻസർ ഡോട്ട് പുഷിൻ്റെ അകത്ത് നമുക്കിതെല്ലാം കൊടുക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ലോ നമുക്ക് 0 കിട്ടിയല്ലോ, ലോവും ഹൈയും നമുക്ക് ലൈക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഹൈ മൈനസ് കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഐ എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ്സ് ചെക്ക് ചെയ്തോ അതേപോലെ തന്നെ നമുക്ക് ജെയിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സും ചെക്ക് ചെയ്യണം. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ജെ എത്രത്തോളം ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ അത്രത്തോളം നമുക്ക് റിമൂവ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ വൈൽ ജെ, നമ്മൾ ഇപ്പം ജെ അല്ല, ഐ മീൻ നമ്മുടെ ലോ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ നോക്കണം. nums of ലോ equal to nums of ലോ പ്ലസ് 1. ഓക്കെ, ലോ പ്ലസ് 1 ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ലോയിനെ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
ടേംസ് ഓഫ് ലോ നമ്മളിവിടെ ഇൻക്രിമെൻറ്റ് ചെയ്തല്ലോ. അപ്പോൾ ലോയിനെ കാട്ടിലും നെക്സ്റ്റ് ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ ലോയിനെ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ആൻസർ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാ ടെസ്റ്റ് കേസസിനും ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഒരു സൊല്യൂഷൻ പൊട്ടിയിട്ടുണ്ട്. -202 ആണ് ഔട്ട്പുട്ട് വന്നത്. നമുക്ക് -211 കൂടെ വരണം. ഓക്കെ, സോ i ഗ്രേറ്റർ ദാൻ 0 ആൻഡ് നംസ് ഓഫ് ലോ ഈ ഒരു കണ്ടീഷനിൽ വൈൽ നംസ് ഓഫ് ലോ ഈക്വൽ ടു ലോ -1 കൊടുത്താലോ? ലോ +1 ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ എല്ലാം നമ്മൾ സ്കിപ്പാവുന്നതായിരിക്കും. യെസ്, അപ്പോൾ ലോ +1 കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ലോയിൻ്റെ ആക്ച്വലി നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നു ലോ +1 കൂടെ ചെക്കിയിട്ട് കാര്യമില്ല. നമ്മളിവിടെ ഓൾറെഡി ലോ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതും അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ഇതും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടെങ്കിൽ അതിന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ലോ +1 ആയിട്ട് കൊടുത്തിട്ട് പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് കാര്യവുമില്ല. ഓക്കെ, സോ അതാണ് നമ്മളുടെ ആ ഒരു സൊല്യൂഷൻ. അപ്പോൾ ഈ ഒരു ലോജിക്ക് നമ്മൾ മറന്നു വരുന്നത്. നമ്മൾ ലാസ്റ്റ് ലോയിൽ നിന്ന്, അതായത് ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ i ഇനിഷ്യലി -1 നമ്മൾ ഇതിനെ സോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ -1 ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സോർട്ട് ചെയ്യുന്നതും കൂടെ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്യാം. ഓക്കെ, ലോഗ് നംസ് നമ്മളിത് സോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു അറേ നമുക്ക് ഇങ്ങനെ കിട്ടും. -4 -1 -1 0 1 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് i ഇവിടെ വയ്ക്കും, എന്നിട്ട് j ഇവിടെ വയ്ക്കും, k നമ്മൾ ഇവിടെ വയ്ക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും -1 -4 അപ്പോൾ -5 +2 എന്ന് പറഞ്ഞാൽ -3 ആണ്. അപ്പോൾ <0 ആയിട്ട് നമ്മൾ ഇതിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു ഇതിൽ ഇൻക്രിമെൻറ്റ് ചെയ്തു. ലോ ++ ഇവിടുന്ന് ലോ ഇൻക്രിമെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുന്നു. -1 ഇത് -4 വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ 0 വരുന്ന കേസസിൽ, അതായത് -1 -1 2 വരുമ്പോഴത്തേക്ക് -1 2 വരുമ്പോഴത്തേക്ക് ഈ ഒരു കേസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെന്ന് വെച്ചോ. നംസ് ഓഫ് ലോയും നംസ് ഓഫ് ലോ -1 ഒരു കേസിൽ നംസ് ഓഫ് ലോയും നംസ് ഓഫ് ലോ -1 സെയിം ആവുന്ന കേസിൽ വരുമ്പോഴത്തേക്ക് എന്താണ്, ലോ ഇതാണ്, ലോ -1 സെയിം ആണെങ്കിൽ, അതായത് i നിൽക്കുന്ന അടുത്ത് തന്നെയാണ് ലോ -1 വരുന്നതെങ്കിൽ നമ്മൾ ലോയിനെയും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു ഡ്യൂപ്ലിക്കേറ്റ്സ് വരാതിരിക്കാൻ വേണ്ടി. നമ്മൾ ഈ ഒരു കേസ് കൊടുത്തില്ലെങ്കിൽ ഇത് നമുക്കൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് കയറി വരുന്നൊരു സിനാറിയോ വരും. അപ്പോൾ ഈ ടെസ്റ്റ് കേസസ് എല്ലാം നമുക്കൊന്നും കൂടെ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇവിടെ കണ്ടോ 000 തന്നെ വീണ്ടും വന്നാണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നാണ്ടോ. അപ്പോൾ ആ ഒരു ലോയിലുള്ള ഡ്യൂപ്ലിക്കേറ്റ്സിനെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ ഫസ്റ്റിലുള്ള പോയിന്ററിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ല, പിന്നെ ഉള്ള പോയിന്റേഴ്സിലെ ഡ്യൂപ്ലിക്കേറ്റ്സ് നമ്മൾ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾ എല്ലാം റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് കൺഫ്യൂസിങ് ആയില്ല എന്ന് വിചാരിക്കുന്നു. ഈ 2 സൊല്യൂഷൻ നമുക്ക് ഇതിൻ്റെ ഒരു അൽഗോരിതം ഒന്നും കൂടെ നോക്കാം. സോ ആഫ്റ്റർ സോർട്ടിങ് ദ അറേ വി ക്യാൻ ഫൈൻഡ് ഈച്ച് നമ്പർ. സോർട്ടിങ് ഹെൽപ്സ് us ടു സ്കിപ്പ് ദ ഡ്യൂപ്ലിക്കേറ്റ്സ് ഓൾസോ, അടുത്തടുത്ത് വരുന്നത് കൊണ്ട്. എന്നിട്ട് ഈച്ച് എലിമെന്റ് sort the array to handle the duplicates and enable 2-pointer logic. Loop through each index i-ൻ്റെത് നമ്മൾ പറഞ്ഞ ലോവും ലെഫ്റ്റും റൈറ്റും ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുക ആൻഡ് സ്കിപ്പ് ദ ഡ്യൂപ്ലിക്കേറ്റ്സ് ഓഫ് ദ ലെഫ്റ്റ് പോയിന്റർ. കണ്ടോ, ലെഫ്റ്റ് പോയിന്ററിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സും കൂടെ സ്കിപ്പ് ചെയ്യണം. അപ്പോൾ ആ സ്റ്റെപ്പാണ് നമ്മൾ ഈ ലാസ്റ്റ് കണ്ട ഈ ഡ്യൂപ്ലിക്കേറ്റ്സ് 0 ആയി കഴിഞ്ഞിട്ട് ഉള്ള കേസിന് ഡ്യൂപ്ലിക്കേറ്റ്സ് നമ്മൾ സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ഓൾ വാലിഡ് ട്രിപ്ലറ്റ്സ്. ഇതാണ് 2 സൊല്യൂഷൻ. ഇനി ഒപ്റ്റിമൽ സൊല്യൂഷൻ നോക്കുമ്പോഴത്തേക്ക് 2 സൊല്യൂഷൻ ഉണ്ട്. 2 ഒപ്റ്റിമൽ ആണ്, ഇത് ഒപ്റ്റിമൽ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ 2 പകരം ഇവിടെ ഒരു ഹാഷ് മാപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ഹാഷ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഫ്രീക്വൻസി മാപ്പ് നമ്മൾ എടുക്കുന്നുണ്ട്, ഇവിടെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൻസർ അറേ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് i=0 അറേയിൽ കൂടെ നമ്മൾ ഇറ്ററേറ്റ് ചെയ്യുന്നു. നമ്മൾ count.set അതിൻ്റെ ഒരു കൗണ്ട് കുറയ്ക്കുന്നു, ഫ്രീക്വൻസി മാപ്പിൻ്റെ ഒരു കൗണ്ട് കുറയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് i greater than 0, ഓക്കെ,
ആൻഡ് അതായത് നമ്മളിവിടെ ഈ നംസ് ഓഫ് ഐനെ എടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് നംസ് ഓഫ് ജെയിൻ്റെയും കൗണ്ട് കുറയ്ക്കുന്നു. ഫ്രീക്വൻസിയിൽ നിന്ന് 2 എണ്ണം കുറച്ചു. അത് കഴിഞ്ഞിട്ട് ടാർഗറ്റ് എന്ന് പറയുന്ന മൈനസ് നംസ് ഓഫ് ഐ നംസ് ഓഫ് ജെ, നമുക്ക് ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ ടാർഗറ്റ് ഈ ഇതിലുണ്ടോ എന്ന് നോക്കുവാണ് നമ്മൾ. ഓക്കെ, ടാർഗറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 3 കൂടെ അങ്ങ് പുഷ് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഇതിൻ്റെ ടാർഗറ്റും കൂടെ നമ്മൾ ഇത് രണ്ടും ഡിക്രിമെൻ്റ് ചെയ്തല്ലോ, ഐയും ജെയും ഡിക്രിമെൻ്റ് ചെയ്തു. അപ്പോൾ ടാർഗറ്റ് എന്താണ്, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് 3 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0 കിട്ടുമല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. ആ ഹാഷ് മാപ്പിൻ്റെ അകത്ത് ഈ ട്രിപ്ലറ്റ്സ് ഉണ്ടോ എന്ന് അറിയാം. അപ്പോൾ ടാർഗറ്റ് എൻ്റെ കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ പുഷ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജെ ഹൈഡ്രേറ്റ് ചെയ്യുന്നു, ലാസ്റ്റ് ലൂപ്പിൽ കൂടെ ഹൈഡ്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ജെയിൻ്റെ കൗണ്ട് നമ്മൾ വീണ്ടും ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ജെയിൽ നമ്മൾ i+1 വെച്ചിട്ട് കൗണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹാഷ് മാപ്പിൻ്റെ സൊല്യൂഷൻ ആക്ച്വലി കുറച്ചും കൂടെ നമുക്ക് ഡിഫിക്കൾട്ടാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഹാഷ് മാപ്പിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ടൈം കോംപ്ലക്സിറ്റി സിമിലർ തന്നെയാണ്. n² തന്നെ വരും, n ടൈം കോംപ്ലക്സിറ്റി വരും. ഇവിടെയും n² വരും, n ടൈം കോംപ്ലക്സിറ്റി വരും. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഈസിയർ 2 പോയിന്റേഴ്സ് ആണ്. നിങ്ങൾക്ക് ഏതൊരു സൊല്യൂഷൻ വേണമെങ്കിലും പറയാം. ഓക്കെ, സോ അതാണ് 3 സം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.